പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-5 മുതൽ 15 വരെയുള്ള വചനം നമ്മളൊന്ന് ധ്യാനവിഷയമാക്കുകയാണ്. സോളമൻ രാജാവ് ഗിൽബാനിലേക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ 1000 ബലിയർപ്പിച്ച ഒരു ബലിപീഠമുണ്ട്. രാജാവ് അങ്ങേക്ക് അവിടേക്ക് ബലിയർപ്പിക്കാൻ പോകുന്ന മധ്യേ ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാജാവിനോട് കൊടുക്കുന്ന കുറേ അനുഗ്രഹങ്ങളാണ് ഓരോ ബലിയർപ്പണത്തിലൂടെയും നമ്മളും സ്വായത്തമാക്കാൻ നമുക്കും സമർപ്പിക്കാൻ കഴിയുന്ന കുറേ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഇവിടെ വചനം പറയുന്നത്. അവിടെ ഏറ്റവും പ്രധാനം 1000 ബലിയർപ്പിച്ച ബലിപീഠത്തിൻ്റെ ഒരു പ്രാധാന്യം. 1000 എന്നുള്ളതിനേക്കാൾ ഉപരി ബലിപീഠത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ബലിയർപ്പിക്കണമെങ്കിൽ, ബലി ഫലമണിയണമെങ്കിൽ, ആദ്യമായി ബലി അർപ്പിക്കണമെങ്കിൽ ബലിപീഠം വേണം. ബലി ഫലമണിയണമെങ്കിൽ നമ്മൾ സീറോ മലബാർ കുർബാനയിൽ പാടുന്ന പ്രാർത്ഥന പോലെ അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വചനങ്ങളിൽ പറയുന്ന, നീ ബലിപീഠത്തിങ്കൽ കാഴ്ച അർപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് കണ്ടാൽ ബലിവസ്തു അവിടെ ബലിപീഠത്തിൻ്റെ താഴെ വെച്ച് എന്നിട്ട് സഹോദരനുമായി പോയി രമ്യതപ്പെട്ട് വന്ന് ബലി അർപ്പിക്കും. ബലി ഫലമണിയണമെങ്കിൽ, എൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ ഞാൻ അനുരഞ്ജനം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ 2 വിഷയങ്ങൾ മാത്രം, 2 കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ബലിപീഠത്തിൻ്റെ പ്രാധാന്യവും അനുരഞ്ജിതരായ, അതായത് സഹോദരൻ രമ്യപ്പെട്ടിട്ട് വന്ന് ബലി അർപ്പിച്ചാണെന്ന അനുഗ്രഹവും, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഈ ചെറിയ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെ ബലി അർപ്പിച്ചാൽ ബലി ഫലമണിയുകയാണ്. ഇവിടെ ഏറെ തീക്ഷ്ണതയോടെ, ജ്വലനത്തോടെ ശരിക്കും പിതാവിൻ്റെ ആ തീക്ഷ്ണത ത്യാഗ വഴികളൊക്കെ ശരിക്കും ബോധ്യമുള്ള സോളമൻ രാജാവ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ ശരിക്കും ബാലനാണ്, എനിക്ക് വലിയ ജനതയെ മേയ്ക്കാൻ അഥവാ നയിക്കാൻ വേണ്ട യാതൊരുവിധ കരുത്തും പ്രാപ്തിയുമില്ല എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കണം. എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വ്യാപരിക്കുന്ന എളിമയോടെ പ്രാർത്ഥിക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വചനം പറയുകയാണ്, സോളമൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ദൈവം സ്വീകരിക്കത്തക്ക വിധത്തിൽ ഞാൻ ഈ ബലിപീഠത്തിനോട് ഒരു ബന്ധമുണ്ടാകണം. ബലിപീഠത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ ബലിപീഠത്തെ സമീപിക്കണം. എന്നാൽ തുടർന്ന് വരുന്ന വചനം പറയുകയാണ്, പ്രാർത്ഥന ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എനിക്ക് ഈ ജനസമൂഹത്തെ നയിക്കാൻ വേണ്ട വിവേകം വേണമെന്ന്. ദൈവം അതിന് പറയുന്ന മറുപടി തുടർന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വചനങ്ങൾ അത് വിശദമായി പറയുന്നുണ്ട്. നീ എന്നോട് സമ്പത്തോ ബഹുമതിയോ ധനമോ മറ്റൊന്നുമല്ല ചോദിച്ചത്, നീ വിവേകമാണ് ചോദിച്ചത്. അതുകൊണ്ട് നിനക്ക് ഞാൻ ജ്ഞാനവും വിവേകവും നൽകുന്നു. നിൻ്റെ മറ്റ് രാജാക്കന്മാർക്ക് ആർക്കും ലഭിക്കാത്ത അത്ര ധനവും സമ്പത്തും ബഹുമതിയും ഞാൻ നിനക്ക് നൽകുന്നു. അപ്പം ഈ ബലിയർപ്പിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സ്വയം എളിമപ്പെട്ട് അനുരഞ്ജിതരായി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ വളരെ വലിയ അനുഗ്രഹമാണ് നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത് തിരിച്ചറിയണം. അത്ര വലിയ അനുഗ്രഹമാണ് ഓരോ ബലിയർപ്പണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. ആ ബലിയർപ്പണത്തിൻ്റെ ഫലം എൻ്റെ ജീവിതത്തിൽ ഫലമണിയത്തക്ക വിധത്തിൽ ഞാനൊരു യഥാർത്ഥത്തിലുള്ളൊരു ദൈവ പൈതൽ ആയി കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം എന്നിലേക്ക് ചൊരിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കല്ലറയാണ് ഈ ബലിപീഠമെന്ന്. ശരിക്കും കർത്താവിൻ്റെ കല്ലറയാണ്, ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനമാണ്. നമ്മൾ വൈദികൻ ബലിയർപ്പിക്കുന്ന സമയത്ത് എത്രയോ പ്രാവശ്യമാണ് ഈ പ്രണാമ ജപം ചെല്ലുമ്പോഴൊക്കെ, ജപം എന്ന് പറയുമ്പോൾ പ്രണമിക്കുന്ന, കല്ലറയെ പ്രണമിക്കുന്ന, ബലിപീഠത്തെ പ്രണമിക്കുന്ന ഓരോ പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്നത്, കുമ്പിട്ട് വണങ്ങുന്നത്. അപ്പോൾ ഈ ബലിപീഠത്തിൻ്റെ ഒരു വലിയ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. ഇത് കർത്താവിൻ്റെ കല്ലറയാണ്,
ത്രിയേക ദൈവത്തിൻ്റെ ഇരിപ്പിടമായ സിംഹാസനമാണിത്. ആ ഒരു തിരിച്ചറിവുണ്ടാകണം. അനുരഞ്ജനത്തോടെ ക്ഷമ കൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ബലിയർപ്പണം ഫലവനീയമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. സാധാരണ ആളുകളൊക്കെ ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, എൻ്റെ പൊന്നും ബ്രദറെ, ഞങ്ങൾ 1000 പ്രാവശ്യം ഈ വചനം എഴുതി പ്രാപിച്ചു, അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചു എന്നൊക്കെ നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 1000-ൻ്റെ കണക്ക്? ഗിൽബയനിൽ സോളമൻ ബലിയർപ്പിക്കാൻ പോയ ആ ബലിപീഠം 1000 ബലിയർപ്പിച്ച ബലിപീഠമായിരുന്നു. അതാണ് ഈ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ഈ അഭിഷേകം. 1000 ബലിയർപ്പിച്ച ബലിപീഠം, ആ ഒരു ഇതിലാണ് 1000 എന്നുള്ള കണക്ക് വന്നത്. അതുകൊണ്ട് ബലിയോട് ചേർന്ന് നമുക്കും ബലിപീഠത്തെ പ്രണയിച്ച് പ്രാർത്ഥിക്കാം, അത് ബഹുമാനിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കാം. ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയും അത് കൃപയ്ക്കുമേൽ കൃപ ചെയ്യാൻ ദൈവം ഇടവരട്ടെ. ആമേൻ. ഹല്ലേലൂയ.